BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. കുവൈറ്റിലെ ദേശീയ ദിനത്തിൻ്റെയും വിമോചന ദിനത്തിൻ്റെയും ആഘോഷത്തിൽ പങ്കുചേർന്ന ബഹ്റൈനും ഇതിൻ്റെ ഭാഗമായി രാജ്യത്തെ പ്രധാന ലാൻഡ്മാർക്കുകളും കെട്ടിടങ്ങളും കുവൈറ്റിൻ്റെ പതാക വർണ്ണങ്ങളിൽ അലങ്കരിച്ചിരിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ചരിത്രപരമായ ബന്ധങ്ങളെയും സാഹോദര്യ ബന്ധങ്ങളെയും ഇത് പ്രതിഫലിപ്പിക്കുന്നു. ബഹ്റൈൻ ഭരണാധികാരികളും കുവൈറ്റ് അമീറിന് ദേശീയ ദിനാശംസകൾ നേർന്നിരുന്നു. അവിസ്മരണീയമായി BKS 80ഓളം 80കൾ എന്ന തീമിലൊരുക്കിയ പരിപാടി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. ഇന്ത്യൻ സ്കൂളിൽ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിഭാഗം ലോക സ്കൗട്ട് ദിനവും ലോക ചിന്താ ദിനവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഫെബ്രുവരി 22 രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 12:45 വരെ ജൂനിയർ ക്യാമ്പസിലായിരുന്നു ആഘോഷം. ഇസ ടൗൺ ക്യാമ്പസിലെയും ജൂനിയർ ക്യാമ്പസിലെയും ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റുകൾ സംയുക്തമായി ആതിഥേയത്വം വഹിച്ച പരിപാടിയിൽ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ, വർക്കിംഗ് സെക്രട്ടറി വി രാജപാടിൻ, അസിസ്റ്റന്റ് സെക്രട്ടറിയും അക്കാദമിക് അംഗവുമായ രഞ്ജിനി മോഹൻ, പ്രൊജക്ട് ആൻഡ് മെയിൻ്റനൻസ് അംഗം മിഥുൻ മോഹൻ, ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവിയർ, ജൂനിയർ വിംഗ് വൈസ് പ്രിൻസിപ്പൽ പ്രിയ ലാജി എന്നിവർ പങ്കെടുത്തു. ജൂനിയർ ക്യാമ്പസിലെ കപ്സിൻ്റെ സ്വാഗതത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. തുടർന്ന് അതിഥികളെ ആദരിക്കലും അസംബ്ലിയും നടന്നു. സെക്രട്ടറി വി രാജപാണ്ഡ്യൻ പതാക ഉയർത്തി. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് ആശംസാ പ്രസംഗം നടത്തി. സ്കൗട്ട് മാസ്റ്റർ ആർ ചിന്നസ്വാമി സ്കൗട്ടിങ്ങിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ ഉയർത്തിക്കാട്ടുന്ന പ്രസംഗം നടത്തി. മൈക്രോഗ്രീൻസ് പ്രസന്റേഷൻ, പെൻഗ്വിൻ നൃത്തം, ഘോഷയാത്ര, കബ്സ് ആൻഡ് ബുൾബുൾസിൻ്റെ ജംഗിൾ ബുക്സ് കിറ്റ് എന്നിവ പ്രധാന ആകർഷണങ്ങളായിരുന്നു. ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവിയർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. വിജയൻ നായർ നന്ദി പറഞ്ഞു. ബഹ്റൈനിലെ അടൂർ നിവാസികളുടെ സൗഹൃദ കൂട്ടായ്മയായി 2005 പ്രവർത്തനം ആരംഭിച്ച് 20 വർഷം പിന്നിടുന്ന ഫ്രണ്ട്സ് ഓഫ് അടൂരിൻ്റെ 2025 വർഷത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പ്രവർത്തന ഉദ്ഘാടനം നടന്നു. സൽമാനിയ സീറോ മലബാർ സൊസൈറ്റി ഹാളിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് ബിനുരാജ് തരകൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ബിജുമോൻ PY സ്വാഗതം ചെയ്തു. പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാര ജേതാവും ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റുമായ PV രാധാകൃഷ്ണപിള്ള യോഗം ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. ചടങ്ങിൽ സാമൂഹിക പ്രവർത്തകനായ ബെന്നി സക്കറിയയെ ആദരിച്ചു. അധ്യക്ഷ പ്രസംഗത്തിൽ ഈ വർഷം നടത്തുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രസിഡന്റ് വിവരിച്ചു. മുൻ പ്രസിഡന്റ് അനു കെ വർഗീസിനും കുടുംബത്തിനും യാത്രയയപ്പ് നൽകി. യോഗത്തിൽ ലേഡീസ് വിങ്ങിന്റെ പുതിയ കമ്മിറ്റി രൂപീകരിച്ച് കൺവീനറായി ശ്രീവിദ്യ മധുകുമാറിനെയും ജോയിന്റ് കൺവീനറായി റീന മാത്യു തുടങ്ങി 7 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. കൂട്ടായ്മയുടെ മുൻ പ്രസിഡന്റുമാരായും 2024 പ്രസിഡന്റായും പുതിയ കമ്മിറ്റിക്ക് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ട്രഷറർ സുഭാഷ് തോമസ് നന്ദി രേഖപ്പെടുത്തി. സ്റ്റോക്ക് മാർക്കറ്റ് ഓൺലൈൻ ട്രേഡിംഗ് രംഗത്ത് വിദഗ്ധ പരിശീലനം നൽകുന്നതിന് വേണ്ടി ഇന്ത്യൻ അന്താരാഷ്ട്ര ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളെ പരിചയപ്പെടുത്തി ബഹ്റൈൻ KMCC കല്യാശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്റ്റോക്ക് ട്രേഡിംഗ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. പ്രവാസി വായന മാസം തോറും അതാത് ലക്കങ്ങളെ ആസ്പദമാക്കി നടത്തുന്ന വിജ്ഞാന പരീക്ഷാ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ICF പ്രകാശ തീരത്തോടനുബന്ധിച്ച് അധാരി പാർക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സമ്മാന വിതരണം നിർവഹിച്ചു. ഫൈസൽ ബിൻ ഇസഹാഖ് റിഫ, ഷമീമ അബ്ദുൾ റസാഖ്, ഉംബുൽ ഹസം, ഉമർ ഹാജി ചേലക്കര, സൽമാബാദ്, ഇബ്രാഹിം അയ്യേരി തുടങ്ങിയവർ പങ്കെടുത്തു. ബഹ്റൈൻ പ്രതിഭ റിഫ മേഖലയുടെ ആഭിമുഖ്യത്തിൽ 4 മാസത്തോളം നീണ്ടു നിൽക്കുന്ന അരങ്ങ് 2025 എന്ന കലാകായിക സാംസ്കാരിക സാഹിത്യ മത്സരങ്ങളുടെ ഭാഗമായി വെള്ളിയാഴ്ച സിഞ്ച് അല്ലി സ്പോർട്സ് ക്ലബ് ഗ്രൗണ്ടിൽ ബഹ്റൈൻ തഗ് ഓഫ് വാർ അസോസിയേഷനുമായി സഹകരിച്ച് തോൾ ശൈലി, തരംഗശൈലി വിഭാഗങ്ങളിൽ വടംവലി മത്സരങ്ങൾ നടത്തി. വൈകിട്ട് 6 മണിക്ക് ആരംഭിച്ച മത്സരങ്ങളിൽ 12 ടീമുകൾ പോരാടിയപ്പോൾ തരംഗശൈലിയിൽ ആര്യൻസ് പൊന്നാനി വിജയികളായി. കാനു ബ്രദേഴ്സ് ടീം റണ്ണേഴ്സപ്പും വോയിസ് ഓഫ് ആലപ്പി B ടീം 3ാം സ്ഥാനവും നേടി. തോൾശൈലിയിൽ EMS കിങ്സ് ടീം വിജയികളായി. ആര്യൻസ് പൊന്നാനി റണ്ണേഴ്സപ്പും അരിക്കൊമ്പൻസ് ബഹ്റൈൻ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ആദ്യ റൗണ്ട് മത്സരങ്ങൾക്ക് ശേഷം ബഹ്റൈൻ KFA ഫൗണ്ടർ മെമ്പറും കിക്ക് സ്റ്റാർട്ട് ബഹ്റൈൻ മാനേജറുമായ ഹസീബ് അസീസ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രതിപക്ഷാധികാരി സമിതി അംഗവും ലോക കേരള സഭാംഗവുമായ CV നാരായണൻ, പ്രതിഭാ പ്രസിഡന്റ് ബിനു മണ്ണിൽ, അരങ്ങ് 2025 ചെയർപേഴ്സൺ ഷീബ രാജീവൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഗൾഫ് മേഖലയിലെ ഉയർന്ന കോൺസുലർ സർവീസ് ചാർജ് ഈടാക്കാനുള്ള നയം പിൻവലിക്കണമെന്ന ആവശ്യവുമായി പ്രവാസി ലീഗൽ സെൽ. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യൻ
ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാമാണ് നിവേദനം നൽകിയത്. ലക്ഷക്കണക്കിന് തൊഴിലാളികളായ ഇന്ത്യക്കാർ ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നുവെന്നും കോൺസുലാർ, പാസ്പോർട്ട്, വിസ നിരക്കുകൾ വളരെ ഉയർന്ന തരത്തിൽ വർദ്ധിപ്പിക്കുവാനുള്ള ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ തീരുമാനം സാധാരണക്കാരായ പ്രവാസികളെ ഗുരുതരമായി ബാധിക്കുന്ന സാഹചര്യത്തിൽ ഈ തീരുമാനം പുനഃപരിശോധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ വക്താവ് സുധീർ തിരുനരത്ത് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ലോകശ്രദ്ധ നേടിയ മഹാകുംഭമേള ശിവരാത്രി ദിനത്തിലെ പുണ്യസ്നാനത്തോടെ ഇന്നലെ സമാപിച്ചു. 45 ദിവസത്തെ തീർത്ഥാടനം ത്രിവേണി സംഗമത്തിലെ അമൃതസ്നാനത്തോടെയാണ് സമാപിച്ചത്. രാവിലെ 11 മുതൽ ഇന്ന് രാവിലെ 8:54 വരെയായിരുന്നു അമൃതസ്നാനത്തിന്റെ മുഹൂർത്തം. നിരവധി ഭക്തരാണ് ഗംഗ, യമുന, സരസ്വതി നദികളിലൂടെ സംഗമഭൂമിയായ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിലേക്ക് എത്തിയത്. അമൃതസ്നാനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഉത്തർപ്രദേശ് സർക്കാർ അറിയിച്ചു. പ്രയാഗ്രാജിൽ സുരക്ഷ മുൻനിർത്തി മെഡിക്കൽ യൂണിറ്റുകളും അഗ്നിശമന സേനയും 24 മണിക്കൂറും സജ്ജമാണ്. കേരളത്തിലെ ആലുവ, മണപ്പുറം അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ ശിവരാത്രി ആഘോഷങ്ങൾ സജീവമാണ്. പരിശോധന കർശനമാക്കിയിട്ടും സംസ്ഥാനത്തേക്ക് ലഹരിയുടെ ഒഴുക്ക് വ്യാപകം. കേരളത്തിലേക്ക് ലഹരി എത്തുന്നത് 360% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 2023 30,000 പേരാണ് ലഹരി കേസിൽ അറസ്റ്റിലായത്. ആകെ കണക്കിൽ 3-1 കൊച്ചിയിലാണെന്നും ഞെട്ടിക്കുന്നതാണ്. 25,000 പേരാണ് 2021 ലഹരി കേസിൽ അറസ്റ്റിലായത്. 27,545 പേർ 2022 അറസ്റ്റിലായി. ഒരു മാസം ശരാശരി 200 പേർ പിടിയിലാകുന്നുണ്ടെന്നാണ് വിവരം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫ്നാന്റെ ഉമ്മ ഷെമീനയെ ആശുപത്രിയിൽ സന്ദർശിച്ച DK മുരളി MLA ചികിത്സയിലുള്ള ഷെമീനയെ കണ്ടുവെന്നും കണ്ണു തുറന്നുവെന്നും MLA പറഞ്ഞു. ഷെമിക്ക് സംസാരിക്കാനാകുന്നുണ്ടെന്നും മക്കൾ എന്ന് പറയുന്നുണ്ടെന്നും MLA മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചു. ഷെമീനയുടെ ആരോഗ്യനില പരിശോധിക്കാൻ പോലീസ് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ആരോഗ്യനില അനുസരിച്ച് മൊഴിയെടുക്കലിൽ തീരുമാനമുണ്ടാകും. ചികിത്സയിലുള്ള ഷെമീനയുടെ മെഡിക്കൽ രേഖകൾ വെഞ്ഞാറമൂട് SHO പരിശോധിച്ചു. ഡോക്ടർമാർ അറിയിച്ചതിനെ തുടർന്നാണ് ആശുപത്രിയിൽ എത്തിയത്. ആരോഗ്യനില തൃപ്തികരമെങ്കിൽ ഇന്ന് മൊഴിയെടുക്കും. അതേസമയം അഫാൻ 72 മണിക്കൂർ നിരീക്ഷണത്തിലാണ്. അഫാനെ ഇന്ന് പോലീസ് ചോദ്യം ചെയ്തേക്കില്ല. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.